ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനി ഹാളിലിരുന്ന് കവിത എഴുതിക്കൊണ്ടിരിക്കായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നിന്നെ നന്ദു അങ്ങാനും വിളിച്ചായിരുന്നോ? ഇല്ലേട്ടാ, എന്താ പറ്റിയേ? നന്ദുവിനെ കാണാനില്ല. ഇപ്പൊ എന്നെ നയനെ വിളിച്ചിരുന്നു. അവൾ എവിടെ പോവാനാ? ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോയി കാണും. ഇല്ലടാ, ഫ്രണ്ട്സിനെല്ലാം വിളിച്ചവർ ചോദിച്ചു, എവിടെയും ചെന്നിട്ടില്ലെന്ന്. ആകെപ്പാടെ എല്ലാവരും അപ്സെറ്റ് ആയിട്ടിരിക്കുക. എന്റെ ഏട്ടാ, ഇനിയിപ്പോ അവള് വീരുട്ടെങ്ങാനും പോയതാണോ? എന്റെ കാര്യവും പറഞ്ഞ് എല്ലാവരും അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞായിരുന്നു. അതുകൊണ്ടെങ്ങാനും ഇനി എങ്ങോട്ടെങ്കിലും പോയതാണോ? അതിനൊന്നും ചാൻസ് ഇല്ല. പോകാൻ നേരം അവൾ ഒരു കുഴപ്പമില്ലാതെ തന്നെ പോയത്. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇനി വല്ല അപകടം പറ്റിക്കാണോന്ന് അറിയില്ല. ഒരു തവണ തന്നെ അവൾക്ക് നേരെ ഗുണ്ടാക്രമണം ഉണ്ടായതല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ശരിയാ, അവക്കങ്ങനെ പുറത്ത് ശത്രുക്കളൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ അതേ വീടിനകത്ത് തന്നെയാ ആ അനാമിക. അവൾ ആയിരിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക എന്ന് അനി പറയുന്നുണ്ട്. എന്തായാലും നയനയൊക്കെ വല്ലാണ്ട് അപ്സെറ്റാ, നമുക്കൊന്ന് അന്വേഷിച്ച് പോകാന്ന് പറഞ്ഞിട്ട് ആദർശും അനിയും കൂടിയിട്ട് അന്വേഷിച്ചിറങ്ങാണ്. അങ്ങനെ അവര് ഫോട്ടോയൊക്കെ വെച്ച് പല സ്ഥലങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥലത്തെത്തുമ്പോഴേക്കായിരിക്കും ആ വണ്ടി അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്നത് കാണുന്നത്. അനി പറയാണ്, ആദർശേട്ടാ, അത് നന്ദുവിന്റെ വണ്ടി തന്നെയാ. ഞാൻ ഒരുപാട് തവണ അതിൽ യാത്ര ചെയ്തിട്ടുള്ളതല്ലേ, എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. ആ വണ്ടി കിടന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വീടുണ്ട് കേട്ടോ. അവിടെ CCTV ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശ് അവിടെ പോയിട്ട് പറയാണ്, ഞാൻ മൂർത്തി സ്റ്റോറുടെ MD ആണ് എന്ന് പറയുമ്പോഴേക്കും, എനിക്കറിയാം സാറേ, എന്താ ചോദിക്കുമ്പോൾ എനിക്കൊരു ഹെൽപ്പ് വേണം. ആ കിടക്കുന്ന വണ്ടി എന്റെ ഭാര്യയുടെ അനീതിയാ. അവളെ ഇപ്പം കാണാനില്ല. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അന്വേഷിക്കാൻ വന്നതാ. ആ CCTV ഫുട്ടേജ് ഒന്ന് കാണിക്കാമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അതിനെന്താ സാറേ, കയറി വന്ന് പറഞ്ഞിട്ട് CCTV കാണിക്കാണ്. അതിൽ നിന്നും നമ്മുടെ നന്ദുവിനെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുന്നൊരു രംഗം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ പറയാണ്, എന്ത് ചെയ്യാനാ സാറേ, സഹോദരി തട്ടിക്കൊണ്ട് പോയതാണല്ലോ, പോലീസിൽ അറിയിച്ചില്ലേന്ന് ചോദിക്കുകയാണ്. എന്തായാലും അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശും അനിയും കൂടി അവിടുന്ന് വീണ്ടും അന്വേഷിച്ചിറങ്ങാണ്. ഇതേ സമയത്ത് തന്നെ നയനയാണ് ആദർശിനെ വിളിച്ച് നോക്കുന്നുണ്ട്. അവളെ തട്ടിക്കൊണ്ട് പോയതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നയനോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അനിയോട് പറയാണ്, നയനയാണല്ലോ വിളിക്കുന്നത്, ഇനിയിപ്പോ എന്താ പറയാ, തൽക്കാലം ഫോൺ എടുക്കണ്ട, നമുക്ക് എന്തായാലും അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഗോവിന്ദൻ പറയാണ്, ആദർശ് ഫോണിൽ എടുത്തില്ലല്ലോ മോളെ, എങ്കിൽ നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? വേണ്ട അച്ഛാ, എന്തായാലും ആദർശേട്ടൻ കണ്ടുപിടിക്കുന്നത് എനിക്ക് ഉറപ്പാ. ഇപ്പൊ പോലീസിനെ അറിയിക്കണ്ട, ആദർശേട്ടൻ തിരിച്ചു വിളിക്കട്ടെ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് പിന്നെ നമുക്ക് പോലീസിനെ അറിയിക്കാം. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, രണ്ട് മക്കളെ അങ്ങോട്ടേക്ക് കെട്ടിച്ചിട്ടാന്ന് പിന്നെ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാ. ഒന്ന് മാറുമ്പോ ഒന്ന്, അങ്ങനെ ഒഴിയാതെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കാം. ഗോവിന്ദൻ പറയുന്നുണ്ട്, ആ അനാമികയുടെ അച്ഛൻ അവരെന്തെങ്കിലും ചെയ്തോന്ന് എനിക്ക് സംശയം. അന്ന് തന്നെ ഇവിടെ വന്ന് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ പോയത്. നയനെ പറയുന്നുണ്ട്, എന്തായാലും അവളെ അങ്ങനെ അവരെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടില്ല അച്ഛാ, അച്ഛൻ നോക്കിക്കോ എന്ന് നയനെ പറയാൻ കേട്ടോ. പലതവണയായി ഇത് ക്ഷമിക്കുന്നു. അനിയുടെ ജീവിതത്തെ ഓർത്ത് മാത്രം അവിടെ എല്ലാവരും അവളോട് ക്ഷമിക്കുന്നത്, അല്ലാതെ ആർക്കും തന്നെ അവളുടെ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നൊക്കെ നയന പറയുന്നുണ്ട്. അമ്മയ്ക്ക് പാലിൽ വിഷം ചേർത്ത് കൊടുത്തതുപോലും അവള് തന്നെയാ. കാരണം ഞാൻ നല്ല പാല് തന്നെ കാച്ചി വെച്ചത് എന്റെ ചേച്ചിക്ക് വേണ്ടി. ചേച്ചിയോട് അന്ന് അനാമയ്ക്കും അമ്മയ്ക്കും ഒക്കെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ആ പകപോക്കാൻ നവ്യേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാനും ചേച്ചി തളർത്തി കിടത്താൻ വേണ്ടിയിട്ടാ അവരാ ഒരു കാര്യം ചെയ്തത്. എനിക്ക് ഉറപ്പാ അമ്മ അറിയാതെ വന്ന് അതിൽ പെട്ടുപോയതാ. മരണത്തെ മുഖാമുഖം കണ്ടിട്ടല്ലേ അമ്മ തിരികെ വന്നത്. പക്ഷെ അമ്മയോടൊന്നും പറഞ്ഞാൽ അമ്മ വിശ്വസിക്കില്ല. അമ്മ ഇപ്പോഴും അവളാണ് സ്വന്തം മരുമകൾ എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. കനകം പറയാണ്, മലയ്ക്ക് പോയിട്ട് വരുമ്പം എല്ലാത്തിനും ഒരു തീരുമാനമാകും, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ശരിയായില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് കനകം സങ്കടപ്പെടുന്നുണ്ട്. അവക്കങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അവരെ ഒന്നും വെറുതെ വിടില്ലെന്ന് കനകം പറയുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യേണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് കനകം പറയാണ്. അങ്ങനെ ആദർശും അനിയും വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അനാമികേനെയും അച്ഛനെയും അമ്മയും കാണിക്കുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, എന്താ ചേച്ചാന്ന് ചോദിക്കുകയാണ്. എല്ലാം സെറ്റായിട്ടുണ്ട്, അവളെ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞു. കൊല്ലാനാണോ പറഞ്ഞേ എന്ന് രേവതി ചോദിക്കുമ്പോൾ അതെ അതെ, എന്താടി സംശയം പോലെ, ഇതിനു മുമ്പ് ഞാൻ രണ്ടുപേരെ കൊന്നിട്ടില്ലേ എന്റെ ഫ്രണ്ട്സിന്റെ കൂടി. നമുക്ക് നിക്കക്കളി ഇല്ലാതെ വരുമ്പോൾ നമ്മളതൊക്കെ അങ്ങ് ചെയ്തേക്കുക, അതേ പറ്റുള്ളൂ. ഇപ്പോ ഈ നന്ദു അവളാണ് ഏറ്റവും വലിയ വിഷവിത്ത്. അവളെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ ബാക്കി രണ്ട് ചേച്ചിമാരെ സുഖമായിട്ട് നമുക്ക് ഞെക്കിക്കളയാം, അത്രേ ഉള്ളൂ. ഇവളായിരുന്നു കുറച്ചൊന്ന് വശപ്പിശക്. വിവാഹം കഴിഞ്ഞിട്ടും നമ്മുടെ മോളുടെ ജീവിതം സമാധാനം ഇല്ലാതാക്കി തീർത്തത് അവൾ ഒറ്റയിരുത്തിയല്ലേ എന്ന് പറയുന്നുണ്ട്. അനാമിക പറയാണ്, അതെ, വിവാഹത്തിന് മുമ്പ് അവർ തമ്മിൽ പ്രണയമായിരുന്നു, സമ്മതിച്ചു. പക്ഷേ അത് ശേഷവും തുടർന്നത് അത് തെറ്റായ കാര്യം തന്നെയാ. ഇമാതിരി അവിഹിതമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഓരോ സ്ഥലത്തും കൊലപാതകമൊക്കെ നടക്കുന്നത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ ഗുണ്ടകളിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചു നോക്കാണ്. എന്തായടാ
എന്നൊക്കെ പറയുമ്പം സാറേ എല്ലാം സെറ്റാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. എങ്കിൽ തീർത്തേക്ക് എന്ന് പറയുന്നുണ്ട്. ശരി സാറേ, കെട്ടി തൂക്കിയേക്കാം എന്നും പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ടാക്കാണ്. കെട്ടി തൂക്കിയേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം അവരുടെ വീട്ടുകാരെല്ലാം കിടന്ന് കുറച്ച് കരയട്ടെ, ഇങ്ങനൊരു മോളുണ്ടായി പോയതിന് എന്നൊക്കെ പറഞ്ഞ് അവര് പറയാണ്. അനാമിക പറയാണ്, സന്തോഷമായി, അവളെ തീർന്നു, ഇനിയിപ്പോൾ അവളുടെ ചേച്ചിമാര് അതാ എൻ്റെ അടുത്ത ലക്ഷ്യം എന്നൊക്കെ അനാമിക പറയാണ്. അങ്ങനെ ഓരോരുത്തരായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാച്ച എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഗുണ്ട വന്നിട്ട് നന്ദനോട് പറയാണ്, എൻ്റെ ബോസിന്റെ കോളിട്ടാ നോക്കിയിരിക്കായിരുന്നു, നിന്നെ തീർത്തേക്കാനാ പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് അങ്ങോട്ട് അഴിച്ചുവിടടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ റൗഡി പറയാണ്, ഇച്ചിരിയാ ഉള്ളത് കണ്ടിട്ട് ഞാൻ ഓർത്തു നീ ചെറിയൊരു പെണ്ണാന്ന്, പക്ഷെ ഇച്ചിരി ഉള്ളെങ്കിലും അതൊക്കെ കാര്യം പാലേടി എന്നൊക്കെ ചോദിച്ച് അയാളും പറയുന്നുണ്ട്. അങ്ങനെ ഇയാള് മനസ്സിലോർക്കാണ്, എന്തായാലും അവളെ തല്ലിയതല്ലേ, അതുകൊണ്ട് കുളിച്ച് ഫ്രഷായി അവൾക്കൊരു സമ്മാനം കൊടുത്തിട്ട് അവളെ കെട്ടിത്തൂക്കിയേക്കാം എന്ന് ഓർക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമികയൊക്കെ വളരെ സന്തോഷമായിട്ട് അവളെ കൊന്നിട്ടുണ്ട്, ഈ ഒരു അവസരം നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നും ഒരുങ്ങി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ആദർശും അനിയും കൂടിയിട്ട് ആ പരിസരമാകെ അന്വേഷിച്ച് ഓടി നടക്കാണ്. അങ്ങനെ ആ റൗഡിയാണെങ്കിൽ നമ്മുടെ നന്ദുവിന്റെ കവളത്തൊക്കെ പിടിച്ച് അവളെന്നെ കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ വന്ന് ആദർശിന് ഒറ്റ ചവിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അവൻ തെറിച്ചു പോകുന്നുണ്ട്. അനിയും ആദർശും കൂടി നല്ലതായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദർശ് നല്ല മാസ് ഫൈറ്റാണ്. അനി ഈ സമയം നന്ദുവിന്റെ കെട്ടൊക്കെ വന്ന് അഴിച്ച് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരാൾ ഇവരെ ചവിട്ടുന്നുണ്ട്. പെട്ടെന്ന് നന്ദു താഴെ വീഴുകയും അനി അതിന്റെ മുകളിലായിട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. പരസ്പരം രണ്ടുപേരും ഒരു സെക്കൻഡ് ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിനെ കൈ പിടിച്ച് അനി എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആദർശും എല്ലാരും അടിച്ചു വീഴ്ത്താണ്. ആരടാ ചെയ്യാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ സാറേ, ഞങ്ങളെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് അവന്മാര് പിടിവിട്ട് ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ബാ നമുക്ക് പോകാം. നന്ദു പറയാണ്, ഇത് വേറെ ആരുമില്ല, ആ അനാമികയും അവളുടെ വീട്ടുകാരൻ തന്നെയാ, എനിക്ക് ഉറപ്പാ, അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. നന്ദു പറയാണ്, ഇത്രയും കാലം എനിക്ക് അവളോട് യാതൊരു ദേഷ്യമില്ലായിരുന്നു, പക്ഷെ എന്റെ ചേച്ചി അവൾ ഉപദ്രവിച്ചു തൊട്ട് അവിടെയുള്ള ദേഷ്യം എനിക്ക് ഇരട്ടിയായി, ഇനി ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെ അനി നന്ദുവിനെ കയ്യെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയും നന്ദുവും കൂടി ശേഷം ഒരു ഹോട്ടലിൽ പോയിരിക്കുകയാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ടോ എന്ന് അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. വിശപ്പുണ്ട്, അവന്മാരിടയ്ക്കുള്ളത് ഭക്ഷണമൊക്കെ തന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല, നിർബന്ധിച്ച് കഴിക്കാനൊക്കെ ശ്രമിപ്പിച്ചു, ഞാൻ വഴങ്ങിയില്ല എന്ന് നന്ദു പറയാണ്. ആദർശേട്ടന് അത്യാവശ്യം ഒരു മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങിയപ്പോഴാ നിന്റെ കാര്യം പറഞ്ഞ് നയനേച്ചി വിളിച്ചത്, അതുകൊണ്ടാ എന്നെ നിന്നെ ഏൽപ്പിച്ചിട്ട് ആദർശേട്ടൻ പോയേ. അതൊന്നും സാരമില്ല, അത്യാവശ്യമായ കാര്യമല്ലേ, ആദർശേട്ടൻ പോട്ടെ, നീയുണ്ടല്ലോ എന്ന് നന്ദു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു പറയാണ്, അനാമികനെ ഇനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അനി, ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു, എന്റെ ചേച്ചിമാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പിന്നെ ഇനി ഞാൻ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി ഞാൻ ആരാണെന്ന് അവളെ അറിയിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വേണു അനാമികയോട് പറയുന്നുണ്ട്, അവളുടെ ജഡം ഇപ്പോ അവിടെ വീട്ടിലെത്തി കാണും, എല്ലാവരും ഇന്ന് കരയട്ടെ, എല്ലാവരും കരഞ്ഞ് നിലവിളിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് അടിച്ചു പൊളിക്കാം, ഹോട്ടലിൽ പോയി നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതെ അച്ഛാ, സന്തോഷമായി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവര് വണ്ടിയിൽ കയറി പോകുന്ന വഴിക്ക് ആ ഗുണ്ട വിളിച്ചിട്ട് പറയാണ്, സാറേ അവളെ തീർത്തു, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ നാട് വിടണം, അതുകൊണ്ട് കുറച്ച് പൈസ അയച്ചു തരുമോ, ബാക്കി പൈസ സെറ്റിൽ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ സെറ്റിൽ ചെയ്യാടാ എന്നും പറഞ്ഞിട്ട് ഇതിന്റെ സംസാരത്തിൽ ഒരു വെപ്രാളം ചോദിക്കുമ്പോൾ ചെറിയൊരു ഫൈറ്റൊക്കെ നടന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണു ബാക്കി എമൗണ്ട് കൂടി അയാൾക്ക് ഫോൺ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവര് വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ റെസ്റ്റോറന്റ് വാതിക്കലെത്തുന്ന സമയത്ത് വേണു നോക്കുമ്പോൾ അനിയും നന്ദുവും കൂടി ഒരു കുഴപ്പമില്ലാതെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന കാണുകയാണ്. ദേ മോളെ അങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് വേണു അവളെ വിളിച്ച് കാണിക്കാണ് കേട്ടോ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കാണുന്നേ, ഇവളെ കൊന്നല്ലേ ഇപ്പൊ അയാൾ വിളിച്ചു പറഞ്ഞേ എന്ന് ചോദിക്കണം അനാമിക. അതാണല്ലോ ഈശ്വര ഞാനും ആലോചിക്കുന്നത്, ഇനി അവന്മാരെ പറ്റിച്ചോ എന്നും ചോദിച്ചുകൊണ്ട് വേണു പെട്ടെന്ന് ഫോൺ എടുത്ത് അവന്മാരെ വിളിക്കാണ്. അപ്പോൾ അവന്മാരെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അവന്മാരെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞല്ലോ. എന്താ അയച്ചാ ഇത്, അവളെ കേട്ടിട്ടേക്കുന്ന ഫോട്ടോയൊക്കെ അവന്മാർ അയച്ചു തന്നതല്ലേ? അതേ മോളെ, അതാ ഞാൻ ഓർക്കുന്നേ. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ഇതേ വല്ല പ്രേതമാണോ പിന്നെ എന്ന് രേവതി ചോദിക്കാണ്. രാത്രിയാണെങ്കിൽ പ്രേതമാണെന്നെങ്കിലും കരുതായിരുന്നു, ഇത് പട്ടാ പകലല്ലേ, അവന്റെ കൂടെ പോയത് ഫുഡ് കഴിക്കുന്നത് കണ്ടില്ലേ? അപ്പോഴേക്കും അനാമിക പറയാണ്, അവന്മാരെ കെട്ടിയിട്ട് തന്നെ സത്യം തന്നെയാണോ? അതേ മോളെ, കെട്ടിയിട്ട് അവളുടെ ബഹളം ഞാൻ കേട്ടതുവാ, അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവർ നോക്കുമ്പോഴേക്കും അനാമിക പറയാണ്, എത്ര തല്ലിക്കൊന്നാലും ഇവളൊന്നും ചാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് കൂടിയാണ് ഇന്നത്തെ ഒരു സീൻ അവസാനിക്കുന്നത്. അപ്പൊ
അപ്പോൾ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന എപ്പിസോഡൊക്കെ നമ്മൾ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാ ദിവസവും അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസും പ്രോമോസും ഡെയിലി എപ്പിസോഡ് റിവ്യൂസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.